ഹലോ, ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പാലക്കാട് ആലുവ സ്റ്റൈലിൽ ഒരു മീൻ കറി വെക്കാം. ഞാനൊരു പാലക്കാട്ടുകാരിയാണ്, പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് ആലുവയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നല്ല കുഞ്ഞയിലാണ് കിട്ടിയേക്കുന്നത്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തലയൊന്നും കളയണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് കൊച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, തക്കാളി. നാടൻ തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇവിടങ്ങളിൽ തക്കാളി അധികം ഇടില്ല. ആലുവ സ്റ്റൈലിൽ വെക്കുമ്പോൾ തക്കാളി അധികം എടുത്തില്ല, കുറച്ചെടുത്തുള്ളൂ. ഞങ്ങളവിടെ നാടൻ തക്കാളിയാണ് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ നാടൻ തക്കാളി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് നാടൻ തക്കാളി അങ്ങനെ കിട്ടില്ല, വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. കിട്ടുമ്പോൾ ഞാനിങ്ങനെ 2-3-4 കിലോ മേടിച്ച് വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ ബോക്സിൽ വെക്കുമ്പോൾ കേടാവില്ല കേട്ടോ. പിന്നെ നല്ല ജലദോഷവും കോൾഡും തീരെ പറ്റണില്ല. ഇന്ന് ഷോർട്സൊന്നും ഇപ്പം അങ്ങനെ ഇടാറില്ല, കുട്ടികൾക്ക് പരീക്ഷ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഇടണ്ടേന്ന് ഓർത്തിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റൈലിൽ മീൻ കറി കാണിക്കുക എന്ന് ഓർത്തു. പിന്നെ മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞിട്ട് കാണാം. പിന്നെ എനിക്ക് തേങ്ങ തിരുമ്പാൻ പറ്റില്ല കേട്ടോ, കഴുത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങനെ ആക്കിയാണ് കഷ്ണിച്ച് വെക്കും കേട്ടോ. പിന്നെ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമുക്കത് നുറുക്കിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സുജാതയിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് പാൽ ഒഴിഞ്ഞാൽ മതിയേ. നോക്കാം. അപ്പോൾ കണ്ടോ, നല്ല ഗ്രേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം കേട്ടോ. വെള്ളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമായിരുന്നേ, നേരെ തണുവുണ്ട്. അപ്പോൾ ഞാൻ നേരെ ചൂടുള്ള കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പാല് നല്ല കൊഴുപ്പുണ്ടാവും. ഓക്കെ, നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 1-ാം പാലും 2-ാം പാലും ഒന്നിൽ തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, കുടംപുളിയാണിത്. കുടംപുളി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. പിന്നെ പാലക്കാട് സ്റ്റൈലാകുമ്പോൾ അത് കോൽപ്പുളിയാണ് ഇടുക. ഇവിടുത്തെ സ്റ്റൈലിൽ കുടംപുളിയാണ് ഇടുക. വാളംപുളി എന്ന് പറയും അല്ലേ, കോൽപ്പുളി വാളംപുളി അങ്ങനെയൊക്കെ പറയാം. ഇവിടെ കുടംപുളിയാണ് കേട്ടോ ഇടുക. അപ്പോൾ നമുക്കിനി സുജാതൻ്റെ പണി കഴിഞ്ഞു. സുജാതനെ നമുക്ക് മാറ്റിക്കാം കേട്ടോ. അപ്പം നമ്മളെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ചട്ടി ചൂടായി വന്നേ. ഞാൻ കത്തിച്ച് വെച്ചിട്ട് ഇവരെയൊക്കെ ഒന്ന് അരിയാൻ നിന്നേ. അവരെയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി എണ്ണ ഒന്ന് ചൂടാകട്ടെ കേട്ടോ. നമുക്കതിലോട്ട് ഉലുവിട്ട് കൊടുക്കാം കേട്ടോ. ഉലുവൊന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. ഫോണ് കൈ പിടിച്ചറിയാണ്ടൊന്ന് തിരിഞ്ഞുപോയി. ചട്ടി ചൂടാവട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് തിരിഞ്ഞുപോയി, സോറി. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇതൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വേപ്പില അതൊന്ന് വഴറ്റി കേട്ടോ. പച്ചമുളക് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളേ. നമുക്ക് കളറൊക്കെ മാറിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി 2 ഫുൾ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കല്ലുപ്പിട്ട് കൊടുക്കാനേ. ഞാൻ കല്ലുപ്പാണ് കൂടുതൽ കറിയിലൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഞാൻ ചോറ് വാർക്കുമ്പോൾ തന്നെ അതിലാണ് കൂടുതൽ കറി വെക്കാറ്, അടുപ്പിൽ തന്നെയാണ്. ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗ്യാസിലുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ എപ്പോഴും കൂടുതൽ അടുപ്പിൽ തന്നെയാണ് മീൻ കറിയൊക്കെ വെക്കാറ് കേട്ടോ. ഇറച്ചി മീനൊക്കെ അതിൽ തന്നെയാണ് വെക്കാറ്. ഇതൊന്ന് നല്ലോണം ആവട്ടെ കേട്ടോ. നമുക്ക് കറി വെക്കാൻ ഇത്ര മീൻ മതി കേട്ടോ. നമുക്ക് ബാക്കി അത്
പൊരിക്കാനെടുക്കാം കേട്ടോ. കറിയിലേക്ക് ഇത്ര മതി. കറി വെച്ചത് അങ്ങനെ ആരും കൂട്ടില്ല, പൊരിച്ചത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും. ഞാനൊക്കെയാണ് കറിയിലെ മീൻ ഇങ്ങനെ എടുത്തില്ല. കുട്ടികൾക്കൊക്കെ പൊരിച്ചതേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിത് മതിയല്ലോ. അപ്പോൾ നമുക്ക് അതിന് കായം പറ്റാം കേട്ടോ. ഞാൻ ഉപ്പിട്ട് എങ്ങനെ അടച്ച് വെച്ച് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നേ. അതൊന്ന് നല്ലോണം ഉടയട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പൊരിക്കാനുള്ള മീനൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അരച്ച് വെക്കാറുണ്ട് ഉപ്പും കായം. അപ്പോൾ അതെടുത്ത് പരട്ടിയതാണ്, അല്ലാണ്ട് പൊടികളല്ല. ഞാനെല്ലാം കൂടെ അരച്ച് വെക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടേ. നമുക്ക് അതിലോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ. മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല, അധികം ഇടാറില്ല കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാവേ. ഇത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ നല്ല എരിയുള്ള മുളകാണ് ഉള്ളത്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് 1 സ്പൂണ് ഇടാം, ഒരു ഇച്ചിരി കൂടെ. ഓക്കെ, നല്ലോണം ഇളക്കാം കേട്ടോ. നമ്മൾ നല്ലോണം അടച്ച് വെക്കാം കേട്ടോ ഇച്ചിരി നേരം. അപ്പോൾ നമ്മുടെ അതിൻ്റെ പച്ചമണം ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ആ പുളിയുടെ ഒന്ന് തിളച്ചിറങ്ങിക്കോട്ടെ നോക്കിയിട്ടാണ്. നമുക്കൊന്ന് സിമ്മിലിടാം കേട്ടോ. അപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, നോക്കണേ ഉപ്പ് കറക്റ്റ് കാണുമെന്നേ. തിളക്കട്ടെ കേട്ടോ. നല്ല തിളച്ച് ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുറിക്കാനൊന്നുമില്ല, നമ്മുടെ കുഞ്ഞ് ചാളൻ്റെ ഒക്കെ അത്രേ ഉള്ളൂ അയില. അപ്പോൾ നമുക്കതിന് മുറിച്ചതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊന്നും ആക്കണ്ട. ഇപ്പോൾ ഒന്ന് ഇളക്കാം, പിന്നെ ഇനി ഇളക്കാൻ പറ്റില്ലല്ലോ. ഓക്കേ, കുഞ്ഞയില കേട്ടോ, അതുകൊണ്ടാണ് നുറുക്കാഞ്ഞവേ. ഇനി നമുക്ക് ഇതിനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സിമ്മിൽ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ മുളക് പൊടിക്ക് കളറില്ലാത്തതുകൊണ്ടാണ് ഈ കളറ്, അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടെ റെഡ് തോന്നിക്കേ. പിന്നെ ഞാൻ പറഞ്ഞത് പുളിയൊക്കെ ചേർക്കുന്നതും തക്കാളിയൊക്കെ ചേർക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ്. ഇവിടെ ഒരു മീൻകറി വെച്ചാൽ രാവിലെ ഉച്ചക്കലത്തെ ചോറ്, വൈകുന്നേരം ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, ഇവിടെ എല്ലാത്തിനും ഇവർ കഴിക്കും കേട്ടോ. ഓക്കെ, ബായ്.